ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇനി മുരിങ്ങയില കിട്ടുവാണെങ്കിൽ ആരും വെറുതെ കളയല്ലേ. ഇതുപോലെ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള താളിപ്പ് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാനും വെറുതെ കുടിക്കാനും എല്ലാം അടിപൊളിയാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് നമുക്ക് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഇത്രയും മുരിങ്ങയിലയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇതൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ അതിനകത്ത് പൊട്ടും പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മാറി കിട്ടുന്നതായിരിക്കും. അപ്പോൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു ഇടികല്ലിനകത്ത് ഒരു 4 തുണ്ട് കൊച്ചുള്ളി, ഒരു 4 കഷ്ണം വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി കുഞ്ഞായിട്ട് അരിഞ്ഞ് വെച്ചിരുന്നത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം. ഇത് ജാറിനകത്തൊന്നും ഇട്ടിട്ട് പേസ്റ്റ് രൂപത്തിലൊന്നും ചതച്ചെടുക്കണ്ട. ഇതുപോലെ വേണം ചതച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഈ താളിപ്പ് കുടിക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് കടിക്കാനൊക്കെ കിട്ടണം കേട്ടോ. അപ്പോൾ ഇനി മറ്റൊരു പാത്രം സ്റ്റവിനകത്തോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. നെയ്യിൻ്റെ മണം ഇഷ്ടമല്ലാത്തവർക്ക് വെളിച്ചെണ്ണ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. കുറച്ച് ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ജീരകം കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കുക. ഇനി നേരത്തെ ചതച്ച് വെച്ചിരുന്ന കൊച്ചുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് പച്ചമണം മാറി കിട്ടുന്നതിനായിട്ട് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം. സ്റ്റവ് ഒന്ന് കുറച്ച് വെച്ചിട്ട് മൂപ്പിച്ചെടുക്കുക. അല്ലെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു വരുന്നതായിരിക്കും. ഇതിൻ്റെ പച്ചമണമൊക്കെ നല്ലതുപോലെ ഒന്ന് മാറി വരട്ടെ. ഇനി നേരത്തെ കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന ആ ഒരു മുരിങ്ങയില ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ വാടി വരുന്നതായിരിക്കും. അപ്പോൾ മുരിങ്ങയില വാടി വരുന്ന സമയത്ത് നമുക്ക് കുറച്ചേ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ താളിപ്പ് തയ്യാറാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും മുരിങ്ങയില എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ജസ്റ്റ് ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് കഞ്ഞിവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു താളിപ്പിന് നമ്മൾ കഞ്ഞിവെള്ളം വെച്ചിട്ടാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ ഇത് ഇന്നത്തെ ദിവസം ചോറ് വെച്ചിട്ട് ഊറ്റിയെടുത്ത കഞ്ഞിവെള്ളമാണ്. അപ്പോൾ അത് നല്ലതുപോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ താളിപ്പ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതനുസരിച്ചിട്ട് ഈ കഞ്ഞിവെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനൊരു 2 കപ്പ് അളവിൽ കഞ്ഞിവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ താളിപ്പിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ പ്രത്യേകിച്ച് പൊടികളൊന്നും ചേർത്ത് കൊടുക്കേണ്ട. ഇതിനകത്തോട്ട് കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അവരവരുടെ എരിവിന് ആവശ്യമായിട്ടുള്ള കുരുമുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ കുരുമുളക് പൊടി ഒരു സ്പൂൺ അളവിൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് വീട്ടിൽ പൊടിപ്പിച്ച പൊടിയാണ്. ഇനി നമുക്കിത് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വെട്ടി തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ഈ മുരിങ്ങയിലയൊക്കെ നല്ലതുപോലെ വെന്ത് അതിൻ്റെ സത്തൊക്കെ നല്ലതുപോലെ താളിപ്പിനകത്തോട്ട് ഇറങ്ങി വരുന്നതായിരിക്കും. ഇത് നമുക്ക് അടച്ച് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വെട്ടി തിളപ്പിച്ചെടുക്കാം. അപ്പോൾ മുരിങ്ങയിലയുടെ പച്ചമണമൊക്കെ മാറി അതിൻ്റെ സത്തൊക്കെ നല്ലതുപോലെ ഇറങ്ങി വരുന്നതായിരിക്കും. അപ്പോൾ താളിപ്പ് വളരെ പെട്ടെന്ന് തന്നെ ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ ചേർത്തിട്ട് കഴിക്കാവുന്നതാണ്. അല്ലാതെ വെറുതെ വേണമെങ്കിൽ നമുക്ക് കോരി കുടിക്കാം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലൊരു സൂപ്പ് തയ്യാറാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അതും ഇതേപോലെ തന്നെ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അതിനകത്ത് കഞ്ഞിവെള്ളത്തിന് പകരം നമ്മൾ സാദാ വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മുരിങ്ങയിലയുടെ ഗുണങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും മുരിങ്ങയില കിട്ടുവാണെങ്കിൽ ഇതുപോലെ നമുക്ക് തയ്യാറാക്കിയിട്ട് ഇതുപോലെ നമുക്ക് വെറുതെ കോരി കുടിക്കാവുന്നതാണ്. ഇത് നമുക്ക് രക്തക്കുറവുള്ളവർക്ക് പരിഹരിക്കാനൊക്കെ നല്ലതാണ്. മുരിങ്ങയില തോരൻ വെച്ചിട്ട് കഴിക്കാത്തവർക്ക് ഇതുപോലെ തയ്യാറാക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ ഇതുപോലെ തയ്യാറാക്കിയിട്ട് നമുക്ക് കുടിക്കാവുന്നതാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കുകയെന്നുണ്ടെങ്കിൽ ഈ മുരിങ്ങയില ഇതുപോലെ നമുക്ക് കഴിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇത് വെറുതെ കുടിച്ചാലും തന്നെ ചൂടോടെ കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. കൊച്ചുള്ളി ഇഞ്ചിയൊക്കെ വഴറ്റുന്ന സമയത്ത് നമുക്ക് ആവശ്യമെങ്കിൽ ഒരു കുഞ്ഞ് തക്കാളിയും കൂടെ ഇതിൻ്റെ കൂടെ വഴറ്റി കൊടുക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.